അളിയ ഞാൻ ദാ എത്തി 5 മിനിറ്റ് ഇപ്പോ എത്തും. നമ്മുടെ എല്ലാം ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ പറയുന്ന ഒരാളെങ്കിലും കാണും. സത്യത്തിൽ ആ മെസ്സേജ് അയക്കുമ്പോൾ പുള്ളിക്കാരൻ ഒന്നുകിൽ കുളിക്കാനായി തോർത്തെടുക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ബെഡിൽ കിടന്ന് റീൽസ് കാണുന്നുണ്ടാകും. 10 മണിക്ക് കാണാമെന്ന് പറഞ്ഞാൽ 11 മണിക്ക് പോലും എത്താത്ത ചിലരുണ്ട്. നമ്മൾ വിചാരിക്കും അവർക്ക് സമയത്തിന് ഒരു വിലയുമില്ലെന്ന്, അല്ലെങ്കിൽ അവർക്ക് മടിയാണെന്ന്. പക്ഷേ സംഗതി അതല്ല. എപ്പോഴും വൈകിയെത്തുന്നവരുടെ തലയ്ക്കകത്ത് ചില പ്രത്യേക മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. വെറുതെ മടിപിടിച്ചിരിക്കുന്നതല്ല ഇത്. ഇതിനു പിന്നിൽ 5 തരം പേഴ്സണാലിറ്റികൾ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗമാണെന്നറിയണ്ടേ? വീഡിയോ മുഴുവൻ കാണുക. അവസാനം നിങ്ങൾ ഇതിൽ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. 1. ദ ഡ്രീമർ. ഇവർ സ്വപ്നലോകത്ത് ജീവിക്കുന്നവരാണ്. ഇവരുടെ പ്രശ്നം ഇവർക്ക് സമയത്തെക്കുറിച്ച് ടൈം ഓപ്റ്റിമിസം ഉണ്ട്. അതായത് 10 മിനിറ്റ് കൊണ്ട് തീരുന്ന കാര്യം ഇവർ വിചാരിക്കും 2 മിനിറ്റിൽ നടക്കുമെന്ന്. ഉദാഹരണത്തിന് 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരു ഡ്രീമർ രാവിലെ 8 മണിയാകാൻ 15 മിനിറ്റിന് ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഇനി കുളിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഡ്രസ്സ് ചെയ്യണം, ബാഗ് ഒതുക്കണം. എല്ലാം കൂടി ഒരു 15 മിനിറ്റിൽ തീർക്കാം. പ്രായോഗികമായി ഇത് നടക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇവരുടെ തലച്ചോറ് ആ പോസിറ്റീവ് സൈഡ് മാത്രമേ കാണൂ. ട്രാഫിക്, താക്കോൽ തപ്പുന്നത്, പെട്ടെന്ന് വരുന്ന ഫോൺ കോൾ, ഇതൊന്നും ഇവരുടെ കണക്കുകൂട്ടലിലുണ്ടാവില്ല. ഇവർ ആരെയും പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. മറിച്ച് ഇവരുടെ ലോകത്ത് സമയം വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. ഇവർ ലേറ്റ് ആകുമ്പോഴും വിചാരിക്കും, കുഴപ്പമില്ല, ഇപ്പോ എത്തിക്കോളും എന്ന്. 2. ദ ഇന്റൻഷണൽ വൺ. ഇവർ കുറച്ച് വെറൈറ്റിയാണ്. ഇവർക്ക് കൃത്യസമയത്ത് ഇറങ്ങാനറിയാം. ഡ്രസ്സ് ചെയ്ത് ഷൂമിട്ട് ഇറങ്ങാൻ റെഡിയായി നിൽക്കുമ്പോഴായിരിക്കും ഇവർ ആലോചിക്കുക, ഇപ്പൊ ചെന്നാൽ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ, ഞാൻ മാത്രം നേരത്തെ ചെന്നാൽ ബോറാവില്ലേ? നേരത്തെ ചെന്നാൽ ആൾക്കാർ തന്നെ ശ്രദ്ധിക്കുമോ? അല്ലെങ്കിൽ അവിടെ വെറുതെ ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെ ഇവർ പേടിക്കുന്നു. ഹീറോസ് എപ്പോഴും ലേറ്റായിട്ടേ വരൂ എന്ന തമാശ ഇവർ കാര്യമായി എടുക്കുന്നു. കൃത്യസമയത്ത് എത്തുന്നത് ഒരു സമ്മർദ്ദമായിട്ടാണ് ഇവർ കാണുന്നത്. അതുകൊണ്ടുതന്നെ ഒരു 10 മിനിറ്റ് വൈകി ചെന്ന് ഒരു ഗ്രാൻഡ് എൻട്രി നടത്താനാണ് ഇവർക്കിഷ്ടം. 3. ദ ഓവർ തിങ്കർ. മൂന്നാമത്തെ ആൾക്കാർ ഓവർ തിങ്കേഴ്സാണ്. ഇവർ വൈകുന്നത് മടികൊണ്ടല്ല, മറിച്ച് ഇവരുടെ തലച്ചോറിലെ ചിന്തകൾ കാരണമാണ്. ഏത് ഡ്രസ് ഇടണം? നീലയാണോ ചുവപ്പാണോ നല്ലത്? ഈ ഷൂ മാച്ചാകുമോ? ഇനി അവിടെ ചെന്നാൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമോ? ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ ഇവർ കുടുങ്ങിപ്പോകും. സൈക്കോളജിയിൽ ഇതിനെ ഡിസിഷൻ പാരലൈസിസ് എന്ന് പറയും. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ സമയം പോകുന്നത് ഇവർ അറിയില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഉത്കണ്ഠയുള്ളതുകൊണ്ടാണ് ഇവർ പലപ്പോഴും ലേറ്റാകുന്നത്. 4. ദ റിബൽ. ഇവർ അല്പം അപകടകാരികളാണ്. ലോകം വെക്കുന്ന നിയമങ്ങളോടും സമയക്രമത്തോടും ഇവർക്ക് ഒരുതരം എതിർപ്പാണ്. 9 മണിക്ക് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്നെ ആരും നിയന്ത്രിക്കേണ്ട എന്നൊരു ചിന്ത അറിയാതെ ഇവരുടെ മനസ്സിലുണ്ടാകും. ഇവർ ലേറ്റായി വരുമ്പോൾ ഒരു കുറ്റബോധവും ഉണ്ടാവില്ല. കയ്യിൽ ഒരു ചായയും കുടിച്ച് വളരെ സാവധാനം നടന്നുവരുന്നത് കാണാം. ഇതിനെ റിയാക്റ്റൻസ് എന്നാണ് മനഃശാസ്ത്രം വിളിക്കുന്നത്. സമയത്തെ അനുസരിക്കുന്നത് കീഴടങ്ങലായി ഇവർ കാണുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നു എന്ന് കാണിക്കാനുള്ള ഇവരുടെ ഒരു വഴിയാണിത്. 5. ദി ഓവർലോഡർ. അവസാനത്തെ ആൾക്കാർ വളരെ പാവങ്ങളാണ്. ഇവർക്ക് ആരോടും നോ പറയാൻ അറിയില്ല. ഇറങ്ങാൻ റെഡിയാകുമ്പോൾ അമ്മ പറയും, ദാ ഈ സാധനമൊന്ന് കടയിൽ കൊടുക്കണേ. ഉടനെ ഇവർ അത് ഏറ്റെടുക്കും. സുഹൃത്ത് വിളിച്ചു ഒരു സഹായം ചോദിച്ചാൽ അതും ചെയ്യും. തന്റെ കയ്യിലുള്ള സമയം കുറവാണെന്ന് അറിഞ്ഞിട്ടും എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒരിടത്തും കൃത്യസമയത്തെത്താൻ പറ്റില്ല. ഇവർ ടൈം മാനേജ്മെന്റിൽ മോശമല്ല, മറിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് ലേറ്റാകുന്നവരാണ്. അപ്പൊ ഇതാണ് സംഗതി. ഇതിൽ നിങ്ങളേതാണ്? ഡ്രീമറാണോ അതോ എല്ലാം കൂടെ ചെയ്യുന്ന ഓവർലോഡറാണോ? ലേറ്റാകുന്നത് വെറുമൊരു സ്വഭാവമല്ല, അത് നമ്മുടെ മനസ്സിന്റെ ഓരോ അവസ്ഥകളാണ്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ ഇത് തിരുത്താൻ സാധിക്കും. നമ്മൾ നേരത്തെ എത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എപ്പോഴും ലേറ്റാകുന്ന ആ സുഹൃത്തിന് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. കൂടുതൽ ഇത്തരം ഇൻട്രസ്റ്റിംഗ് മനഃശാസ്ത്ര വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.